നമസ്തേ. നമസ്തേ. നീറ്റ് 2024 മെയ് 5-ാം തീയതി 23,33,000 കുട്ടികൾ എക്സാം എഴുതി. ജൂൺ 4-ാം തീയതി NTA പ്രഖ്യാപിച്ചതിനേക്കാളും ഒരാഴ്ച മുമ്പ് തന്നെ നീറ്റിൻ്റെ ഫലപ്രഖ്യാപനവും ഉണ്ടായി. എന്നാൽ ആ റിസൾട്ടിന് ശേഷം നമുക്കറിയാം, നമ്മളുടെ റിസൾട്ടുകൾക്കനുസരിച്ചുള്ള ഒരു കോളേജുകൾ തിരഞ്ഞെടുക്കാനോ അവിടുത്തെ പഠനം എങ്ങനെയൊക്കെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല നമ്മുടെ കുട്ടികളും പേരൻസും കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ നീറ്റ് 2024 ക്വാളിഫൈ ചെയ്ത കുട്ടികൾ, റാങ്ക് കിട്ടിയ കുട്ടികളുണ്ട്, ജസ്റ്റ് മാർക്ക് കുറഞ്ഞു പോയ കുട്ടികളുണ്ട്, ഗവൺമെൻറ് മേഖലയിൽ പ്രവേശനം ലഭിക്കാത്ത കുട്ടികളുണ്ട്, സ്വകാര്യ മേഖലയിൽ ലഭിക്കുന്ന കുട്ടികൾ ധാരാളം. ഈവൻ 2025 വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളുമുണ്ട്. ഇവരെല്ലാം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ടീച്ചർ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്, 2024 മറ്റൊരു എക്സാമിനാണോ ഞാൻ പഠിച്ചു തുടങ്ങേണ്ടത്, 2025 വേണ്ടിയാണോ, അതോ എനിക്കൊരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സിൽ പ്രവേശനം കിട്ടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ നിർത്തേണ്ടത്? ഈ കുട്ടികൾക്ക് മാത്രം ആരോ എന്തോ ഉത്തരം പറയാൻ മടിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് എന്താണ് ബ്രില്യൻറ്റിന് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് ടീച്ചർ ഇപ്പോൾ സംസാരിക്കുന്നത്. 2-3 കാര്യങ്ങൾ നമുക്കറിയാം. അതിന് മുമ്പായിട്ട്, ടീച്ചറോട് കടക്കുന്നതിന് മുമ്പായിട്ട്, നീറ്റ് 2024 ബന്ധപ്പെട്ട് നമുക്കറിയാം, റീനീറ്റ് വേണോ റീനീറ്റ് വേണ്ടയോ. ബ്രില്യൻറ്റിന് ഇതുമായിട്ട് യാതൊരു അഭിപ്രായവുമില്ല. നീറ്റ് വേണ്ട, വീണ്ടും ഒരു പ്രവേശന പരീക്ഷ വേണ്ട എന്നോ വേണമെന്നോ ഇല്ല. പക്ഷേ എന്താണ് 2024 സംഭവിച്ചത്, കൃത്യമായിട്ടും ആ കാര്യങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ പഴുതുകൾ അടച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട്. അതിൽ തീർച്ചയായിട്ടും കുറ്റവാളികളുണ്ടെങ്കിൽ, ഗുരുതരമായ ക്രമക്കേടുകളുണ്ടെങ്കിൽ റീനീറ്റ് വേണം. തീർച്ചയായിട്ടും ആ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് യാതൊരു സംശയങ്ങളുമില്ല. അപ്പോൾ ഇവിടെ റീനീറ്റ് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യത്തിനല്ല ഉത്തരം. അതിന് ബ്രില്യൻറ്റിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണോ സുപ്രീം കോടതി പറയുന്നത്, എന്താണോ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്, അതിനനുസരിച്ച് കൃത്യമായ പ്ലാനുകൾ നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ടീച്ചർ, നമുക്ക് പറയാം, 720 കിട്ടിയ കുട്ടികളുണ്ട്, 700 മുകളിലുള്ള കുട്ടികളുണ്ട്, 650 ഗവൺമെൻറ് മേഖലയിൽ കിട്ടാതെ പോയ കുട്ടികളുണ്ട്. ഈവൻ എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്, എല്ലാം നമ്മുടെ കുട്ടികളുമാണ്. ഇവരെ ചേർത്ത് നിർത്തുക എന്നുള്ള ദൗത്യമാണ് നമുക്ക് മുമ്പിലുള്ളത്. എന്താണ് ഈ കുട്ടികൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? നമുക്ക് ബ്രില്യൻറ്റിന് എപ്പോഴും സംസാരിക്കാനുള്ളത് കുട്ടികളെ കുറിച്ചാണ്. അപ്പോൾ ഒരു ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കാത്ത, അശുഭകരമായ, നമുക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ നമ്മൾ എന്തേ ഇങ്ങനെയെന്ന് ചിന്തിച്ചു പോകുന്ന ഒരു വർഷം വന്നുപോയി. അതിന് നമ്മൾ ആരൊക്കെയാണ് പങ്കാളികളെന്നോ, അല്ലെങ്കിൽ അതിനകത്ത് ചികഞ്ഞിട്ട് ആരെ കുറ്റപ്പെടുത്തണമെന്നോ ആരെ കുറ്റപ്പെടുത്തണ്ട എന്നോ, ഇനി ഒരു പരീക്ഷ വേണമെന്നോ വേണ്ട എന്നോ പറയുന്നതിനേക്കാൾ ഉപരി നമുക്ക് ബ്രില്യൻറ്റിനെ സംബന്ധിച്ച് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഇതിൽ പെട്ടുപോയ കുറച്ച് കുഞ്ഞുങ്ങളെ കുറിച്ചാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് പഠിച്ച് രാത്രികൾ പകലാക്കി വീട്ടിലെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ മറ്റെല്ലാ സന്തോഷങ്ങളും ഒഴിച്ച് അവർ കഷ്ടപ്പെട്ട ആ കഷ്ടപ്പാടുകൾ ഞങ്ങൾ ഇവിടുത്തെ ഓരോ ആൾക്കാരും കാണുന്നതാണ്. അങ്ങനെ പഠിച്ച് 720 വാങ്ങിച്ച കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ എന്തൊക്കെ സ്കാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാലും അവരുടെ കഷ്ടപ്പാടിന് നമ്മൾ കൊടുക്കുന്ന വില ഉണ്ട്. അവർ ഇനി എന്ത് അല്ലെങ്കിൽ ഇനി എന്താണെന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്കും പറയാനുള്ളത്, ഇതിന് ഒരു അന്തിമ വിധി ലഭിക്കുന്നത് വരെ എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാകും. ഇനി എന്താണ് വരേണ്ടതെന്നൊരു ഫൈനൽ പോയിന്റിൽ ഇനി ഒരു ഓട്ട മത്സരം വേണമോ അതോ ഇവിടെ വെച്ച് ഇത് തന്നെയാണോ ലിസ്റ്റോ എന്ന ഒരു തീരുമാനം നമുക്ക് കിട്ടിയേ പറ്റൂ. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമുക്ക് ആ വിധി തരും. അതുവരെ ഏറ്റവും ശാന്തമായി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ 2 വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളോടുമാണ് പറയാനുള്ളത്. ഇപ്പോൾ 720 വാങ്ങിച്ച കുട്ടികൾ പറയുന്നത്, റീനീറ്റ് വെച്ചാൽ ഒരു പക്ഷേ അവരായിരിക്കും റീനീറ്റ് വെക്കുമ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് നേടിയത്, ഇനിയും ഞങ്ങൾക്കതിന് കഴിയുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യം, ഇത്രയും വാങ്ങിച്ചെങ്കിൽ എന്തുകൊണ്ട് വീണ്ടും അവർ എഴുതാൻ തയ്യാറായിക്കൂടെന്നാണ്. അവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഏറ്റവും ശാന്തമായിരുന്ന ഒരു മാനസികാവസ്ഥയിൽ എഴുതിയ ഒരു പരീക്ഷ പോലെ അല്ല വീണ്ടും അവർ ആ പരീക്ഷ എഴുതാൻ പോകുന്നത്. മാത്രമല്ല ഒരു 2 മാസത്തെ ഗ്യാപ്പിന് ശേഷം അത്രയും പഠിച്ച് പരീക്ഷ എഴുതുന്ന ഒരു കുട്ടി, ഇപ്പോൾ നിങ്ങൾ തന്നെ ഇങ്ങനെ ആലോചിക്കൂ, നന്നായിട്ട് ഓടി ഏറ്റവും അറ്റത്തെത്തുന്ന കുട്ടി വീട്ടിൽ പോയി കിടന്ന് നന്നായിട്ട് റെസ്റ്റൊക്കെ എടുത്ത്
നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ എക്സസൈസ് പോലും ചെയ്യാത്തൊരവസ്ഥയിലിരിക്കുമ്പോൾ വീണ്ടും ഒരു ദിവസം രാവിലെ വിളിച്ച് നിങ്ങളൊന്ന് ഓടി തുടങ്ങൂ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അവസ്ഥ അത് വളരെ പരിതാപകരമാണ്. ഒരു ഭാഗം അതാണ്. അതുകൊണ്ടാണ് റീനീറ്റ് എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ പേടി 50% ഞങ്ങൾക്കുമുണ്ട്. ഇനി അടുത്ത 50% ഒരുപക്ഷെ ഒരുപാട് സ്കാം റിപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതുകൊണ്ട് മാത്രം അവസരം കിട്ടാതെ ബോർഡർ ലൈനിൻ്റെ വെളിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ വർഷം തികച്ചും അഡ്മിഷൻ കിട്ടേണ്ട കുറേ കുട്ടികൾ അഡ്മിഷൻ ഇല്ലാതെ വെളിയിൽ നിൽക്കുന്നുണ്ട്. ആ വിശ്വാസതയിൽ അവർ പ്രതീക്ഷിച്ച് അവരും കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അവരും അവരുടെ ഇഫേർട്ടിൻ്റെ മാക്സിമം എടുത്ത് പഠിച്ച് ആ ഇഫേർട്ടിൽ ഒരുപക്ഷെ ഒരു മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ബോർഡർ ലൈനിൽ താഴെ നിൽക്കുന്ന പല കുട്ടികൾക്കും ഇതൊരു സ്കാം നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു പരീക്ഷ നടത്തപ്പെട്ടിരുന്നുവെങ്കിൽ ഞാൻ ഒരുപക്ഷെ ആ ലിസ്റ്റിൽ ഉണ്ടാകുമായിരുന്നേനെ, അല്ലെങ്കിൽ അതൊരു സത്യവുമാണ്. ആ ഒരവസ്ഥയിൽ നമുക്ക് റീനീറ്റ് അല്ലാതെ ആവശ്യപ്പെടാനും പറ്റില്ല. അപ്പോൾ ശരിക്കും ഇപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിനൊരു മറുപടി പറയാൻ പറ്റില്ല. ഇതിന് ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട് അത് കേൾക്കുന്നുണ്ട്. അത് എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്തിട്ട് ഈ എഴുതിയ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് പോലെ 720 പഠിച്ച് വാങ്ങിച്ച കുട്ടികളെയും, അതുപോലെ തന്നെ ഒരു സ്കാം നടന്നതിൻ്റെ പേരിൽ മാത്രം ആ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുട്ടികളെയും, ഇനി ഇത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആ കുട്ടികളെയും, ഇനി ഇത് വന്നാൽ എന്താകുമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് ഒരു പരീക്ഷ വന്നാൽ പോലും കുട്ടികൾക്ക് മിനിമം ഒരു സമയം കിട്ടിത്തന്നെ ആകണം അവരുടെ ഒരു പരീക്ഷ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതിലോട്ട് തന്നെയാണ് നമ്മൾ എത്തേണ്ടത്. തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞ ആ പോയിന്റിൽ തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് വേണ്ടത്. നമ്മൾ എപ്പോഴാണ് പഠിച്ചു തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളൊരു ഡിസിഷനിലോട്ട് എത്തേണ്ടത്? ഇതിൽ ഒരു ഫൈനൽ ഡിസിഷൻ വരുന്നത് വരെ ദയവായിട്ട് നമ്മുടെ കുട്ടികൾ ഒരു തരത്തിലുള്ള പാനിക് സിറ്റുവേഷനിലൂടെ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു വൈബ്രേഷൻ, ഈ ഒരു വൈബിലൂടെ ചാനലുകളിലൂടെയോ പത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഒക്കെയുള്ള ആ ഒരു നെഗറ്റീവ് ഇംപ്രഷനിലോട്ട് ദയവായിട്ട് പോകാതിരിക്കുക. കാരണം ഇപ്പോൾ നമുക്ക് വേണ്ടത് ഏറ്റവും സമാധാനപരമായിട്ട് ഇങ്ങനെയുള്ള ജീവിത പ്രതിസന്ധികൾ നമുക്ക് പറ്റും. പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാരാളം പ്രതിസന്ധികൾ നമുക്ക് മുമ്പിൽ വരാം. നമുക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ വന്നേക്കാം. അവിടെയൊക്കെ നിങ്ങൾക്കിതിനു മുമ്പേ, നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടിയെന്നുള്ളതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ആത്മസംയമനത്തോടെ നിങ്ങൾ കടന്നു പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകൂ. നിങ്ങളുടെ ശ്രദ്ധ സമയം എനിക്ക് തോന്നുന്നു നിങ്ങൾ അത്യാവശ്യം മീഡിയയിലൊക്കെ ഒന്നൊന്ന് മാറി നിന്നിട്ട്, കാരണം നമുക്ക് വെയിറ്റ് ചെയ്യാം. മീഡിയ എന്ത് പറഞ്ഞാലും, ഇപ്പം ഞങ്ങൾ എന്ത് പറഞ്ഞാലും, വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് പറഞ്ഞാലും, ഇതിൻ്റെ അൾട്ടിമേറ്റ് ഡിസിഷൻ വരുന്നത് വരെ നിങ്ങൾ ഏറ്റവും സമാധാനമായിട്ട് തന്നെ ഇരിക്കണം. അത് റിയൽ ഫാക്ടിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് ഡിസിഷനിലോട്ട് വരികയുള്ളൂ. തീർച്ചയായിട്ടും വരികയുള്ളൂ. അത് നിങ്ങൾ വിശ്വസിക്കണം, ആ സിസ്റ്റത്തിനെ വിശ്വസിക്കണം. പിന്നെ നിങ്ങൾ ഞങ്ങളെയും വിശ്വസിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം വന്നാൽ ബ്രില്യൻ്റ് ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും നിങ്ങൾ ഇതുവരെ എങ്ങനെ സ്കോർ ചെയ്തോ അതിലേക്ക് നിങ്ങളെ ഏറ്റവും വേഗത്തിൽ എത്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു റീനീറ്റ് വന്നു പോയാൽ പോലും ഇത്രയും നന്നായിട്ട് പഠിച്ച് ഞാൻ ഇനി എങ്ങനെയെന്ന് ഒരു കുട്ടി പോലും ആലോചിക്കേണ്ട. ഇനി റീനീറ്റ് വേണമെന്ന് വയ്ക്കുന്ന കുട്ടിക്കും ഉറപ്പായിട്ടും അതിനുള്ള ഒരു ഫുൾ സപ്പോർട്ട് ബ്രില്യൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ തരത്തിലും ഉണ്ടാകും. തീർച്ചയായും അത് തന്നെയാണ് രണ്ടാമത്തെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പാനിക് ആവേണ്ട അവസ്ഥ ഇപ്പം നിലവിലില്ല. നിങ്ങൾ ഏത് ലിസ്റ്റിലുള്ള കുട്ടികളാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ആത്മസംയമനത്തോടു കൂടി നിങ്ങളുടെ ഹോബീസ് എന്താണോ, റീഡിങ് ആവാം, ഏത് രീതിയിലുള്ളതാകാം, ഇപ്പോൾ പറ്റുമോ എന്നൊന്ന് ചോദിച്ചേക്കാം. നമ്മൾ മനഃപൂർവ്വമായിട്ട് തന്നെ നമ്മുടെ ശ്രദ്ധ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട്, നമ്മുടെ ഹോബികളിലോട്ട് തിരിച്ചു കൊണ്ടുപോവുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോഴാണ് പഠിച്ചു തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഈ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാകേണ്ടത്? തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ ജൂലൈ 8-ാം തീയതി അല്ലെങ്കിൽ അതിനുശേഷം കേസ് മാറ്റി വെക്കുകയാണെങ്കിൽ മറ്റൊരു ഡേറ്റിൽ ഇതിൻ്റെ ഒരു ഫൈനൽ വേർഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 60 ദിവസം നമുക്ക് മുമ്പിൽ കിട്ടും. അതിൽ എന്താണ് ചെയ്യേണ്ടത്? ക്ലാസ്സുകൾ, പരീക്ഷകൾ, ഇ ലേണിംഗ് ആപ്പുകൾ എല്ലാം എങ്ങനെയായിരുന്നോ മെയ് 4-ാം തീയതി വരെ ഉണ്ടായിരുന്നത് അതേ സിസ്റ്റം വീണ്ടും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഹൈലി പൊട്ടൻഷ്യൽ ഉള്ളൊരു കുട്ടി, അല്ലെങ്കിൽ ഈവൻ 600 കിട്ടിയൊരു കുട്ടി, അല്ലെങ്കിൽ 450 കിട്ടിയൊരു കുട്ടി, തീർച്ചയായിട്ടും ആ ഒരു പാറ്റേണിലൂടെ തന്നെ നമുക്ക് വീണ്ടും കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ അയാളുടെ കഴിവിനനുസരിച്ച് തിരിച്ച് ആ ഒരു മെയ് 5 എങ്ങനെയാണോ എത്തിയത് അതിലോട്ട് തിരിച്ചു വരാനുള്ള ആവശ്യമായ സമയമല്ലേ? തീർച്ചയായിട്ടും സമയമുണ്ട് സാർ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഈ പാനിക് ആവുന്നതിൻ്റെ ആ ഒരു പാനിസിറ്റി കൂടുന്നത് കൊണ്ടാണ്, അയ്യോ ഞാൻ മറന്നുപോയി, ഞാൻ ആ ട്രാക്ക് വിട്ടു
വിട്ടുപോയി, ഇനി എങ്ങനെ പഠിച്ചു വരും എന്ന് ആലോചിക്കുന്ന ഒരു കൂട്ടം കുട്ടികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും ഷോർട്ട് ടേം ഡ്യൂറേഷനിൽ പോലും പഠിച്ചവരാണ്. നിങ്ങൾ ഇത്രയും കോണ്ടന്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, അത് നിങ്ങളൊന്നും മറന്നിട്ടൊന്നുമില്ല. അത് നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇൻ കേസ് ഒരു റീനീറ്റ് പ്രഖ്യാപിക്കപ്പെട്ടാൽ സാറ് പറയുന്ന പോലെ 60 ദിവസം എന്ന് പറയുന്നത് നമുക്ക് ധാരാളമാണ്. ഏറ്റവും ഷോർട്ടർ പീരീഡിൽ ഈ 60 ദിവസം കൊണ്ട് നിങ്ങളെ അവിടെ എങ്ങനെ എത്തിക്കാമെന്ന് ഇപ്പം തന്നെ ഞങ്ങൾ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞങ്ങൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് ഞങ്ങളുടെ കൈയും പിടിച്ച് നടന്നവരാണ്. അപ്പോൾ ഇനിയും ഞങ്ങളെ വിശ്വസിക്കൂ. നിങ്ങൾ ഏറ്റവും സമാധാനമായിട്ട് തന്നെ ഇരിക്കൂ. ഏറ്റവും ഷോർട്ട് ടേമിലുള്ള ക്ലാസ്സുകൾ വഴി, ഏറ്റവും ഷോർട്ട് ടേമിൽ നിങ്ങൾ അങ്ങനെ എത്തിക്കുന്ന മോഡൽ എക്സാമുകൾ വഴി നിങ്ങൾ ഒരു കോൺസെപ്റ്റും മറന്നിട്ടില്ല. ഈ ഒരു വെപ്രാളം കാരണം നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ ഒരു കാര്യങ്ങളുടെ അത് കേട്ടിട്ട് അത് അറിഞ്ഞിട്ടുള്ള ഒരു ടെൻഷൻ കൂടുതൽ കാരണമാണ് ഒരുപക്ഷെ ഇപ്പം നിങ്ങൾ NCERT മറിച്ച് നോക്കുമ്പോൾ പല കുട്ടികളും പറയുന്നത്, ഞാൻ NCERT മറിച്ച് നോക്കിയപ്പോൾ മറന്നുപോയി മിസ്സേ എന്നാണ്. ഇല്ല, നിങ്ങളൊന്നും മറന്നിട്ടില്ല. ഇനി എന്തെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് തിരിച്ചെത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ആ ഒരു ഉറപ്പിലാണ് വീണ്ടും നിങ്ങളുടെ മുൻപിൽ വന്നിരുന്ന് ഇത്രയും ധൈര്യമായിട്ട് ഇത് പറയാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ആ സിസ്റ്റം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ മോഡൽ ഷെഡ്യൂളുകൾ, ക്ലാസ്സുകളുടെ ഷെഡ്യൂളുകൾ, ഏത് രീതിയിലാണ് തിരിച്ച് നിങ്ങളുടെ ക്യാമ്പസുകളിലോട്ട് എത്തിക്കേണ്ടതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്താലും, ഇപ്പോൾ ടീച്ചർ പറഞ്ഞ എക്സാക്ട്ലി ആ പോയിന്റിലോട്ട് തന്നെ എത്തൂ. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത്, നിങ്ങൾ ഇപ്പോഴാണ് പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ മാനസികാവസ്ഥ? നമുക്ക് എല്ലാത്തിനോടും ദേഷ്യമായിരിക്കും, എല്ലാത്തിനോടും നമുക്ക് ക്രൗര്യമായിരിക്കും. നമ്മളുടെ പേരൻസിനോട്, നമ്മളുടെ സിസ്റ്റത്തിനോട്, ഈവൻ ദൈവത്തിനോട് പോലും എനിക്ക് അർഹമായത് എന്നിൽ നിന്ന് നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ പല രീതിയിലായിരിക്കും നമ്മളിതിനെ കാണുന്നത്. അപ്പോൾ ആ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, വളരെ ബ്ലാങ്ക് ആയിട്ട് നമ്മൾ പോയാൽ, ഒരു ടൈം ടേബിൾ ഒന്നുമില്ല, നമ്മൾ എവിടെ തുടങ്ങണം, എന്തിനു വേണ്ടിയിട്ട് പഠിക്കണം എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ നിങ്ങൾ തുടങ്ങിയാൽ ഏതൊരു മാർക്കുള്ള കുട്ടിക്കും നമ്മളൊരു നെഗറ്റീവ് സൈഡിലോട്ടേ നമ്മൾ പോവുള്ളൂ. നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ഏത് ടൈം ടേബിളിനനുസരിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, അതിന് കൃത്യമായ പ്ലാനുകൾ തയ്യാറാക്കി കഴിഞ്ഞു. പക്ഷേ അങ്ങനെ വരാനുള്ള സാധ്യതയെക്കുറിച്ച് നമുക്ക് ജൂലൈ 8-ാം തീയതി അറിയാം. വന്നാൽ ആ നിമിഷം മുതൽ നമ്മൾ ആ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതിലൂടെ എല്ലാ കുട്ടികളും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ ഏതൊക്കെ ബാച്ചുകൾ, റിപ്പീറ്റർ ആവാം, ക്രാഷ് ആവാം, ലോങ് ടൈം ആവാം, റെസിഡൻഷ്യൽ ആവാം, ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ മെയ് 5-ാം തീയതി എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കുമായിട്ട് ഒരേ പ്ലാൻ, അല്ലെങ്കിൽ 650 കിട്ടിയവർക്ക് ഒരു പ്ലാൻ, 600 കിട്ടിയവർക്ക് വേറൊരു പ്ലാൻ, 200 കിട്ടിയവർക്ക് അല്ല, ഒരേ പ്ലാനിലൂടെ നമ്മളെല്ലാവരും, അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ മെയ് 4-ാം തീയതി എന്തായിരുന്നോ അതേ സിസ്റ്റത്തിലൂടെ നമ്മൾ വീണ്ടും ഇനിയൊരു റീനീറ്റിനായിട്ട് നമ്മൾ തയ്യാറെടുക്കും. പക്ഷേ അതിന് തയ്യാറെടുക്കേണ്ട സമയം ഇപ്പോഴല്ല എന്ന് മാത്രം. കാരണം പഠിച്ചു തുടങ്ങട്ടെ എന്ന് ചോദിക്കുന്ന നിരവധി കോളുകളാണ് നമുക്ക് എല്ലായിടത്തും വരുന്നത്. പഠിച്ചു തുടങ്ങേണ്ട സമയം ഇതല്ല. ഇനി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണമെങ്കിൽ ലേണിംഗ് ആപ്പ് നിങ്ങളുടെ എല്ലാ സിസ്റ്റത്തിലും ഓപ്പണാണ്, ക്ലോസ് ചെയ്തിട്ടില്ല. ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് നോക്കാം. അല്ലെങ്കിൽ NCERTയുടെ ടെസ്റ്റുകളുണ്ട്, നിങ്ങൾക്ക് മറ്റൊരു ടെസ്റ്റ് വായിക്കുന്ന പോലെ തന്നെ NCERTയുടെ ടെസ്റ്റും വായിക്കാം. പക്ഷേ അതൊരു നെഗറ്റീവ് ഇത് റീനീറ്റ് വരുമെന്ന് വിചാരിച്ചുകൊണ്ടാവരുത്. മനസ്സിലാക്കാനുള്ള ആഗ്രഹത്തിനോടുകൂടി നിങ്ങളിതെല്ലാം ഉപയോഗിച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഈ അവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ ഉപകാരപ്പെടുകയും ചെയ്യും. റീനീറ്റിനായിട്ട് തയ്യാറെടുക്കേണ്ട സമയം ഇതല്ല. അതെ, നിങ്ങൾ ഏറ്റവും മനസ്സിൽ വിചാരിച്ച ഇപ്പോൾ തന്നെ റീനീറ്റ് വരും എന്ന് കണ്ട് പഠിച്ചു തുടങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ ടെക്സ്റ്റ് മറിക്കുമ്പോഴാണ് ഇത് ഞാൻ മറന്നുപോയി, ഫോമുല കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ഈ പറയുന്നത് നിങ്ങൾക്കൊരു നോളജ് ബൂസ്റ്റർ, നിങ്ങൾ സാധാരണ ഒരു ലൈബ്രറി പുസ്തകം വായിക്കുന്ന പോലെ ഒന്ന് മറിച്ച് നോക്കൂ, അതിന് പ്രശ്നമൊന്നുമില്ല. മറിച്ച് നിങ്ങൾ ഓരോ ന്യൂസും കണ്ട് ചാനലുകൾ മാറി നോക്കി, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുകളും എന്താണ് പറയുന്നതെന്ന് നോക്കി, അത് നോക്കി ഇരുന്ന് ഓരോ ദിവസവും കളയുന്നത്, എനിക്ക് തോന്നുന്നു ഇത്രയും നന്നായിട്ട് പഠിച്ചവരാണ് നിങ്ങൾ. ഇനിയുള്ള കുറച്ച് ദിവസം ശരിക്കും ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു എൻജോയ്മെൻറ്റിൻ്റെ സമയമാണ്. അത് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയായിരുന്നു ഈ സമയം? നിങ്ങൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുന്നു, അടിച്ചു പൊളിക്കുന്നു, റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോകുന്നു, നിങ്ങൾ മിസ് ചെയ്യുന്ന ആഘോഷങ്ങളെല്ലാം ഒരു പക്ഷേ അങ്ങ് ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യൂ. ഇവിടെ പാരൻസിനോടും അത് തന്നെയാണ് പറയാനുള്ളത്. നീറ്റ് വന്നാൽ എന്ത് ചെയ്യും, നീ വീണ്ടും ഓടി നടക്കുകയാണോ, പോയിരുന്നു പഠിക്കുക, അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാനുള്ള ഒരു കാര്യങ്ങളാണ്. തൽക്കാലം ഒരു പാനിക്കായിട്ടും കുഞ്ഞിനെ മാറ്റരുത്. കുഞ്ഞിനെ മാറ്റുമ്പോൾ നമ്മുടെയും ടെൻഷനാണത്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇപ്പം തൽക്കാലം
നമ്മളൊരു പരീക്ഷ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വേറൊരു മൂഡിലേക്ക് പോകും. ആ ഒരു മൂഡിൽ തന്നെ നമ്മൾ തൽക്കാലം മുന്നോട്ട് പോവുക. നമുക്ക് അധികം ദിവസങ്ങളൊന്നുമില്ല, ഏറ്റവും അടുത്ത ദിവസമാണ് 8-ാം തീയതി. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഫൈനൽ നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്, ഇൻ കേസ് അങ്ങനെ ഒരു റീനീറ്റ് ഉണ്ടായാൽ നമ്മുടെ സിസ്റ്റം അതിനെ കോപ്പ് ചെയ്യാൻ തയ്യാറാണ്. ഇതുവരെ ഞങ്ങൾ പറഞ്ഞ കേട്ട് ഞങ്ങളുടെ കൈയും പിടിച്ച് നിന്ന് നിങ്ങളെ 720 എത്തിക്കുമെന്ന് ഞങ്ങളത് ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങളത് എത്തിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുമെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമുക്കതിന് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ കഴിവിലുള്ള നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങൾക്ക് ഞങ്ങളോടുള്ള വിശ്വാസം, ഞങ്ങൾ ഈ പറയുന്ന വാക്കുകളിലുള്ള വിശ്വാസം, ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിനെ ഫേസ് ചെയ്യാം. തീർച്ചയായിട്ടും. വന്നില്ല എങ്കിൽ ഇതിൻ്റെ ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടികൾ പലപ്പോഴും അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു സ്കാം വന്നു പോയത് കൊണ്ടാണ് ഞാൻ വെളിയിലായത് എന്ന് വിചാരിച്ച് ബാക്കിയുള്ള എല്ലാത്തിനെയും കുറ്റപ്പെടുത്തി നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾ പോലും വേറൊരു രീതിയിലാണെന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ തവണത്തെ മാർക്ക് കിട്ടിയപ്പോൾ അതിനനുസരിച്ച് ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയിട്ടില്ല. ഓൾ ഇന്ത്യ റാങ്ക് ഒത്തിരി കൂടുതലാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാനിക് സിറ്റുവേഷനിലോട്ട് തന്നെ എത്തിയത്. കാരണം കഴിഞ്ഞ വർഷങ്ങളെക്കാളും വളരെയധികം ഉയർന്ന റാങ്കുകളാണ് അവർക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു അന്തരീക്ഷത്തിലോട്ട് എല്ലാ കുട്ടികൾക്കും പോകേണ്ടതായിട്ട്. അങ്ങനെയുള്ള കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ പരീക്ഷ എത്രത്തോളം സിമ്പിൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു അനാലിസിസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ടെൻഷനിൽ ഈ ഒരു ആങ്സൈറ്റിയിലല്ല ആ അനാലിസിസ് നടത്തേണ്ടത്. മറിച്ച് നിങ്ങളൊന്ന് കംഫർട്ടബിൾ ആയിട്ടിരുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എഴുതിയ എത്രയോ പരീക്ഷകളുണ്ട്, നിങ്ങൾ കാണുന്ന എത്രയോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യനുമായിട്ട് ഈ വർഷം വന്ന നീറ്റിന് എന്താണ് വ്യത്യാസം എന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും സിമ്പിളായിട്ട് അത്യാവശ്യം നന്നായിട്ട് പഠിച്ച ഒരു ആവറേജ് കുട്ടിക്ക് പോലും നല്ല മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു എക്സാമിനേഷൻ ആയിരുന്നു ഇപ്രാവശ്യം കണ്ടക്ട് ചെയ്യപ്പെട്ടത്. തീർച്ചയായിട്ടും പഠിച്ചൊരു കുട്ടിക്ക് ഒരു 550 ഒന്നും ഒരു പ്രശ്നവുമില്ലാതെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. ഒരുപക്ഷെ ആ എക്സാമിൻ്റെ ആ ഒരു ലെവൽ ഏറ്റവും താഴെ പോയത്, ഒരു ഈസി ലെവൽ എക്സാം ആയത് തന്നെയാണ് ഇത്രയും മാർക്ക് വരാനുള്ള കാരണവും ഒരു പക്ഷേ. ഇനി സ്കാം ഉണ്ട്, അത് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അന്വേഷിക്കണം. അത് കൃത്യമായിട്ടും ഇത്രയും കോടി രൂപ ചെലവാക്കി നടത്തപ്പെട്ട ഓരോ കുട്ടിയുടെ നിന്നും 1500 രൂപ എന്ന് പറയുമ്പോൾ എത്രയോ കോടിക്കണക്കിന് രൂപയാണ്. രൂപ മാത്രമല്ല, ഒരു കുട്ടിയുടെ ഒരു വർഷം മാനസികവും ശാരീരികവുമായ അവസ്ഥ, പാരൻസിൻ്റെ അവസ്ഥ, ഞങ്ങളെപ്പോലുള്ള അധ്യാപകരുടെ അവസ്ഥ, ഇതെല്ലാം തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഏറ്റവും ആദരവോടെ അത് പരിഗണിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. യഥാർത്ഥ റിയലി എന്താണ് സംഭവിച്ചത്, എവിടെയൊക്കെയാണ് ഇതിൻ്റെ പാളിച്ചകൾ ഉണ്ടായതുള്ളതെന്ന് നമ്മൾ അറിഞ്ഞിട്ട് തന്നെ വേണം നമുക്കിനി റീനീറ്റോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റോ ഏത് ഘട്ടത്തിലോട്ട് പോകാനായിട്ട്. കാരണം റാങ്ക് കിട്ടിയവർക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ട് വേണം തന്നെയാണ് പോകേണ്ടത്. അതില്ലാത്തവരിലും യാഥാർത്ഥ്യം എന്ന് അറിഞ്ഞിട്ട് ആ വിശ്വാസത്തോടുകൂടി തന്നെ വേണം നമുക്ക് കോളേജ് പ്രവേശനത്തിലോട്ടൊക്കെ പോകാൻ. ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒരു കുട്ടി ഈ പറയുന്ന ബോർഡർ ലൈനിന് താഴെ പോയത് സ്കാം കൊണ്ടാണെങ്കിൽ തീർച്ചയായും ആ കുട്ടികൾക്ക് അതിനുള്ള ഒരു പരിഹാരം തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഗ്രേസ് മാർക്ക് എന്നുള്ള 1563 കുട്ടികളെയും ഗ്രേസ് മാർക്ക് ഒഴിവാക്കി. അനാരോഗ്യകരമായ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടെന്ന് സംശയിക്കുന്ന 119 പേരോളം ഡീബാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എവിടെയൊക്കെയാണോ ഇതിൻ്റെ പാളിച്ചകൾ പറ്റിയത് അത് പരിഹരിക്കണം. അത് തന്നെയാണ് സുപ്രീം കോടതിയുടെ വേർഡിക്ഷൻ ആദ്യം പറഞ്ഞത്. എത്ര ചെറിയ ശതമാനമാണെങ്കിൽ പോലും അത് പരിഹരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി അതല്ല, ഇത് നമ്മുടെ കയ്യിലൊന്നും നിൽക്കാത്ത ഒരു വലിയ ഒരു സംസ്ഥാനം ഒട്ടാകെയുള്ളതാണ്, ആ സംസ്ഥാനത്ത് മാത്രമായിട്ടാണ് ഒരു പ്രതിവിധി. അതല്ല, ഇതൊരു സംസ്ഥാനത്ത് മാത്രമല്ല, ഒത്തിരി ഇടങ്ങളിലോട്ട് ഇത് സ്പ്രെഡ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും റീനീറ്റ് ഉണ്ടെങ്കിൽ നമുക്കതിനായിട്ട് തയ്യാറെടുക്കാനുള്ള സാവകാശവും ലഭിക്കും. ആ സമയത്തായിരിക്കണം നമ്മൾ പഠിക്കേണ്ടതിനെക്കുറിച്ചും ടൈം ടേബിളുകളെക്കുറിച്ചും പരീക്ഷകളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ. ഇപ്പോൾ നിങ്ങൾ ശാന്തമായിട്ട് ഇങ്ങനെയുള്ള സ്ഥിതികൾ വരികയാണെങ്കിൽ, കാരണം ഇനിയിപ്പം നിങ്ങൾ ഡോക്ടർ എന്നുള്ള നിലയിലൊക്കെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ജനങ്ങളുമായിട്ട് ഒക്കെ ഇടപഴകേണ്ടവരാണ്. കാരണം ഈവൻ ഒരു UPSC എക്സാമിലൂടെയൊക്കെ ഒരു സിവിൽ സർവീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ധാരാളം പ്രളയം പോലെ അല്ലെങ്കിൽ സാമൂഹിക അസ്വാസ്യങ്ങൾ പോലെ ഏതിനെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു വിഭാഗത്തിലെ ജനങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 2024 മെയിനായി എടുത്ത കുട്ടികൾക്ക് നിങ്ങൾ ഇപ്പോൾ ഏറ്റവും റിലാക്സ് ചെയ്യുക. ഇനി 2025 വേണ്ടി തുടങ്ങിയ കുട്ടികൾക്ക് നിങ്ങൾ 2025 തന്നെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുക. കൃത്യമായും നിങ്ങളെ അറിയിക്കുകയും അതിനു വേണ്ടിയിട്ട് നിങ്ങളെ തയ്യാറെടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് സംശയമുണ്ട്, ബ്രില്യൻ്റ് റീനീറ്റ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമീപനം ഉണ്ടോയെന്ന്. അങ്ങനെ ദയവായിട്ടില്ല. നമ്മൾ ഒരു കോടതിയിലോ ഒരു കേസിൻ്റെ പുറകെയോ അല്ലെങ്കിൽ കുട്ടികളുടെ പുറമെ, കുട്ടികളങ്ങനെ പോകുന്നുണ്ടാകാം, അവർക്കൊരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഒന്നും നമുക്ക് പോകുന്നില്ല. ബ്രില്യൻറ്റിന് ഒറ്റ വാക്കേ ഉള്ളൂ,
എല്ലാ കുട്ടികളും ഞങ്ങളുടേതാണ്. കാരണം ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയണം, എത്രത്തോളം വ്യാപകമാണെന്ന് നമുക്കറിയണം. ഇതിന് പരിഹാരമുണ്ടെങ്കിൽ അത് ചെയ്യണം. അത് ഏത് രീതിയിലുള്ള പരിഹാരമാണെങ്കിലും നമുക്ക് 100% അക്സെപ്റ്റബിൾ ആണ്. അതിനനുസരിച്ച് നിങ്ങളെ ഓരോരുത്തരെയും തയ്യാറെടുക്കുവാനും നമുക്ക് ഒരുമിച്ച് തന്നെ നീങ്ങാം. മെയ് 4-ാം തീയതി നിങ്ങൾ എങ്ങനെയാണോ തയ്യാറെടുത്തത് അതുപോലെ തന്നെ തയ്യാറെടുക്കാനുള്ള കൃത്യമായ പ്ലാനുകളും സിസ്റ്റവും ബ്രില്യൻറ്റിനുണ്ട്. അത് നമ്മുടെ ഫാക്കൽറ്റീസും മാനേജ്മെൻറ്റും തയ്യാറാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ചൊന്നുമല്ല ചർച്ച ചെയ്യേണ്ടത്. ഈ ഒരു അവസരത്തിൽ നമ്മൾ കടന്നു പോകേണ്ടത്, ഈ സമയം കടന്നു പോകുമെന്ന് പറയുന്നത് പോലെ തന്നെ ഈ സമയത്തിനെ നമ്മുടെ രക്ഷിതാക്കളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട്, നമ്മുടെ കൂട്ടുകാരെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോവുക. നീറ്റ് 2024 സംഭവങ്ങൾ, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്താണോ അത് കൃത്യമായിട്ടുള്ള സമയങ്ങൾ നിങ്ങളെ അറിയിക്കുകയും, അലോട്ട്മെൻ്റ് ആണോ, കോളേജ് അഡ്മിഷൻ ആണോ, അത് മറ്റൊരു പരീക്ഷയാണോ, അതിനുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും 300 വാങ്ങിയ കുട്ടിയും 500 വാങ്ങിയ കുട്ടിയും 720 വാങ്ങിയ കുട്ടിയും ബ്രില്യൻറ്റിന് ഒരുപോലെയാണ്. ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെയാണ് പഠിപ്പിച്ചത്, എല്ലാവരും ഒരുപോലെയാണ് പരീക്ഷ എഴുതിയത്. അത് നിങ്ങൾ ന്യായമായ കാര്യം കൊണ്ട് വെളിയിലാക്കപ്പെട്ടോ അല്ലെങ്കിൽ അന്യായമായ രീതിയിൽ വെളിയിലാക്കപ്പെട്ടോ എന്ത് കാരണം കൊണ്ടായാലും നിങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ബ്രില്യൻറ്റിൻ്റെ തീരുമാനം. അതിനെതിരായിട്ട് ബ്രില്യൻറ്റ് എവിടെയും പോയിട്ടില്ല, എവിടെയും പോവുകയുമില്ല. കുട്ടികൾ തന്നെയാണ് ഞങ്ങളുടെ പ്രയോറിറ്റി. അവരുടെ മാനസികാവസ്ഥ അത് ഏറ്റവും ഹെൽത്തിയറായിട്ട് കീപ്പ് ചെയ്യുക. ഞങ്ങൾ റീനീറ്റ് വേണ്ട എന്ന് ഒരിക്കലും പറയാൻ ഞങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം ബോർഡർ ലൈനിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഞങ്ങൾക്കും ഉണ്ട്, ഞങ്ങൾ പഠിപ്പിച്ച മക്കളുണ്ട്. അതേസമയം 720 വാങ്ങിച്ച കുട്ടികളുമുണ്ട്. സോ ഈ പറഞ്ഞ പോലെ എല്ലാ കുട്ടികളെയും ഒരേ കണ്ണുകൾ കൊണ്ട് കണ്ട്, 2 മക്കളുണ്ടെങ്കിൽ നമുക്ക് 2 മക്കളെയും ഒരു അമ്മമാരും ഒരു അച്ഛന്മാരും വ്യത്യാസമായിട്ട് കാണാറില്ല. അതുപോലെ തന്നെ ബ്രില്യൻറ്റിൽ പഠിക്കുന്ന ഓരോ കുട്ടികളും ഞങ്ങൾക്ക് മക്കളാണ്. ഏത് ലെവലിൽ നിന്നാലും അവരെ ഞങ്ങൾ ഒരുപോലെ കണ്ട് എല്ലാവർക്കും എന്താണോ ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നത് അതിന് കൂടെ നിൽക്കുക. അതിന് കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലത്. ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഫൈനലായിട്ട് എന്തു പറയുന്നോ അതിന് അനുസരിച്ച് മുന്നോട്ട് പോകാൻ, ആ സമയത്ത് കുട്ടികളോടൊപ്പം നിൽക്കാൻ, എന്ത് പ്രശ്നമായാലും, അതൊരു റീനീറ്റ് ആയാലും അലോട്ട്മെൻ്റ് ആയാലും എന്ത് കാര്യം തന്നെ ആയാലും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. അത് മാത്രമാണ് ഇവിടുത്തെ ഓരോ കുട്ടിക്കും ബ്രില്യൻറ്റിന് തരാനുള്ള ഉറപ്പ്. അതുപോലെ തന്നെ ബാക്കിയുള്ള സാധ്യതകൾ, ഇപ്പോൾ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നു, ഐസറിൻ്റെ റിസൾട്ട് വരുന്നു, എയിംസ് BSc നഴ്സിംഗിൻ്റെ റിസൾട്ട് വരുന്നു, കേരള എഞ്ചിനീയറിംഗ് റിസൾട്ട് വരുന്നു, ജോസ സീറ്റ് അലോക്കേഷൻ നടക്കുന്നു, CSABിൻ്റെ സീറ്റ് അലോക്കേഷൻ നടക്കുന്നു. അങ്ങനെ നമ്മളുടെ എല്ലാ സാധ്യതകളെയും ബാക്കിയുള്ള കുട്ടികളും, ഇപ്പം 650 കിട്ടിയ കുട്ടികളാണെങ്കിലും 600 കിട്ടിയ കുട്ടികളാണെങ്കിലും ഈവൻ 164 കിട്ടിയ കുട്ടികളാണെങ്കിലും നമ്മളുടെ എല്ലാ സാധ്യതകളെയും നിങ്ങൾ വിശകലനവും ചെയ്യണം. ഈ ഒരു സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യരുത്. എല്ലാ സാധ്യതകളും, കാരണം അവനവൻ്റെ പാഷനും അവനവൻ്റെ ആറ്റിറ്റ്യൂഡിനും ഹാർഡ് വർക്കിനും അനുസരിച്ചുള്ള ധാരാളം UG പ്രോഗ്രാമുകൾ, അതിനെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ മറ്റൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം. അതും വലിയൊരു കാര്യമാണ്. സാധാരണ നമ്മൾ പരീക്ഷ കഴിയുമ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഇച്ചിരി ഒന്ന് താഴെ പോയാൽ നമ്മൾ അടുത്ത സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ആ സാധ്യതകളെക്കുറിച്ച് പോലും ചിന്തിക്കാതെ റീനീറ്റ് വരും എന്ന് കരുതി, അല്ലെങ്കിൽ റീനീറ്റ് വരുമോ എന്ന് അന്വേഷിച്ച് എന്താ നടക്കുന്നതെന്ന് ആകുലപ്പെട്ട് നടക്കുകയാണ്. ഇതൊന്നും തന്നെ നമ്മളെ ബാധിക്കേണ്ട. തൽക്കാലം നമ്മൾ നോർമലി ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് അടുത്ത നമുക്കൊരു സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ ഏറ്റവും സന്തോഷമായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ നിങ്ങളെ സന്തോഷമായിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതൊന്നുകൂടെ വന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങളിതേ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഏറ്റവും സമാധാനമായിട്ട് ഏറ്റവും സന്തോഷമായിട്ടിരുന്നോളൂ. നമ്മൾ ഇതൊക്കെ തന്നെ നമുക്ക് കയറിപ്പോകുന്ന വഴിയിൽ പുതിയ പാഠങ്ങളാണ്. ആ പാഠങ്ങളെ ഉൾക്കൊണ്ട് ഓരോ ചെറിയ പ്രതിബന്ധങ്ങൾ വരുമ്പോഴും അതിനെ ഏറ്റവും ബോൾഡായിട്ട് ഏറ്റവും മനക്കരുത്തോടെ നമ്മൾ അതിനെ അതിജീവിച്ചാലേ നമുക്ക് ഏറ്റവും നന്നായിട്ട് സൊസൈറ്റിയിൽ നമുക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റും. നല്ല പൗരന്മാരായി, നല്ല യുവാക്കളായി, നല്ല പൗരന്മാരായിട്ട് ഈ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കേണ്ട ആൾക്കാർ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. അതിൻ്റെ ഉത്തരവാദിത്വവും ഈ സമയം നമ്മൾ കാണിക്കുക. കാരണം നമ്മൾ എല്ലാത്തിനെയും പഴിചാരേണ്ട, നമ്മളുടെ വിധിയെ പോലും പഴിചാരേണ്ട അവസരമൊന്നും അല്ല ഇത്. ഇത് ഒരു പ്രതിസന്ധി മാത്രം. നമുക്ക് അതിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ആ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ വേണം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട്. എപ്പോഴാണ് പഠിച്ചു തുടങ്ങേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടും നിങ്ങളെ അറിയിക്കുകയും ആ സമയത്തൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ള ഉറപ്പോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നമസ്തേ.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.